ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. ഞാനിന്ന് മദർസ ബുക്ക് വാങ്ങാൻ പോവാണ്. മദർസ തുറന്നല്ലോ. മദർസ നോട്ട് വാങ്ങാൻ ഞങ്ങൾ ടൗണിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാട്ടത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അപ്പാപ്പാടെ മക്കളും പിന്നെ എൻ്റെ അനിയത്തി ഉള്ളു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ പന്ത് കളിക്കേണ്ട കുട്ടികളെ ഇങ്ങനെ പോവാണ്. പോകുമ്പോൾ ഇങ്ങനെ മാങ്ങ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അടുത്ത പെരയിൽ. അപ്പോൾ ഇത് പള്ളിപ്പടി അവിടെ പള്ളിയിലുള്ള ഖബർസ്ഥാനാട്ടോ. ഖബർസ്ഥാനക്ക് പോണ വഴിയാണ്. ഇവിടെ ഒരു മതിൽ പൊളിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പള്ളിപ്പടി ഹൈവേ എത്താനായിട്ടോ. ഇതാണ് ഹൈവേ. ആ കാണുന്ന നീല ബിൽഡിംഗ് ഇല്ലേ, അതാണ് ഞാൻ പഠിക്കുന്ന സ്കൂള്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് കേട്ടോ, ഞങ്ങളടുത്തുള്ള സൂപ്പർ മാർക്കറ്റിക്ക്. പിന്നെ നേരെ ഇതൊക്കെ ഇതാക്കുന്നത് സ്ഥലം. അപ്പോൾ ഞാൻ ഒരു 4 നോട്ട് ബുക്ക് വാങ്ങിയിട്ടോ. ഞാൻ 7ാം ക്ലാസ്സിലല്ലേ, അപ്പോൾ 7ാം ക്ലാസ്സിൽ 4 നോട്ട് ബുക്കല്ലേ. അപ്പോൾ 4 നോട്ട് ബുക്ക് വാങ്ങി ഞാൻ ബില്ല് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവിടെയുള്ള അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബാഗ് കിട്ടും. അപ്പോൾ ബില്ലടിക്കണം. ബാക്കി പൈസ 40 രൂപ 160 കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോരുന്ന ടൈമിൽ അവിടെ ഒരു ഭാരത് ബെൻസിൻ്റെ ടയർ പോകുന്നുണ്ടോ. നല്ല വലിയൊരു ഒച്ച കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു നബാട്ടി തന്നു. ഇനി അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോന്നിട്ടോ. ഇത് ഞാൻ വേറെ സ്ഥലത്ത് കൂടെയാണ് ഞങ്ങളെ വീടിൻ്റെ അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. ഫ്ലാറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓരോ വീടിൻ്റെ ഇടയിൽ കൂടെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ വീടിൻ്റെ താഴത്താട്ടോ ഫ്ലാറ്റ് ഉള്ളത്. ഇവിടെ തന്നെ കാണട്ടോ ഫ്ലാറ്റിൻ്റെ മേൽഭാഗം. അപ്പോൾ ഇവിടെ വലിയ ഇറക്കാണ്. തെന്നി വീണ നമ്മളുടെ കാര്യം പോക്കാട്ടോ. എൻ്റെ ബാക്കിൽ വരുന്നത് എൻ്റെ അനിയത്തിയും അപ്പാപ്പാടെ മക്കളും ഒക്കെ കേട്ടോ. ഞങ്ങളിത് പരീക്ഷയ്ക്ക് സ്കൂളിൽ പോയിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ഉച്ചക്ക് പോകുമല്ലോ. അപ്പോൾ എപ്പോഴും ഇതിൽ കൂടെ ആയിട്ട് വരില്ലേ. അപ്പോൾ ഇവിടെ മാങ്ങൊക്കെ കിടക്കുമ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾ കിട്ടോ. ലോങ് വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടോ അങ്ങനെ പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് നേരെ മുന്നിൽ നിൽക്കുന്നതാണ് ഫ്ലാറ്റ്. ഇതാട്ടോ ഫ്ലാറ്റാണ് നിൽക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇതിൻ്റെ താഴത്താട്ടോ എൻ്റെ വീട്. പെട്ടെന്ന് എത്തും. നമുക്ക് ആർക്കെങ്കിലും അറിയും, ഈ കുളക്കാട് ഭാഗത്താണ് കേട്ടോ. കുളക്കാട് ഉള്ളക്കാട് ഭാഗത്താണ് ഫ്ലാറ്റ് ഉള്ളത്. ഇതിൻ്റെ ബാക്കിലൊരു കുളമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ കുളക്കാട്ട് കുറച്ച് ദൂരമുണ്ട്, അങ്ങോട്ട് കേൾക്കും അതിൻ്റെ ഉള്ളത്തെ ശബ്ദം. അപ്പോൾ ഇനി റോഡ് കിടക്കുക കേട്ടോ. റോഡുണ്ട്. ആ റോഡിലേക്ക് കടന്നാൽ ഇതിൻ്റെ താഴത്തേക്കൊരു ഇറക്കമുണ്ട്. കഴിഞ്ഞിട്ട് എൻ്റെ വീടാണ്. ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കേട്ടോ. ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ആളെ വീട്ടിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഓളിപ്പോൾ നാട്ടിലില്ല, ഓളിപ്പോൾ ദുബായിലേക്ക് പോയിക്കാട്ടോ. പാടത്തേക്ക് പോയിക്കാണ്, ഇപ്പോൾ ഗൾഫിലാണിത്. അപ്പോൾ ഇതാട്ടോ ആളുടെ വീട്. അവളുടെ പേര് ഹനിയ എന്നാണ് കേട്ടോ. അവളെ വീട്ടിൽ നിറയെ ചെടികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും അതൊന്നും പറിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒന്ന് വെറുതെ കാണിക്കാന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഒരു മയിലിനെ കണ്ടു. അതല്ലാതെ തന്നെ വേറൊരു വീട്ടിലും മയിലിനെ കണ്ടു കേട്ടോ. ഇതാട്ടോ വീട്, വീട്ടിലേക്ക് വെക്കാണ്. ഇവിടുത്തെ ഗേറ്റൊക്കെ തുറന്ന് അവിടെ ആളില്ല തോന്നുന്നു. ഞങ്ങൾ ഗേറ്റൊക്കെ തുറന്ന് മയിലിനെ എടുക്കുമ്പോഴത്തേനും മയിൽ ഗേറ്റിൻ്റെ ശബ്ദം കേട്ട് പറന്നു പോയിട്ടോ. വിശക്കാകെ വിഷമായി. മയിലിനെടുക്കാൻ കയറി ഞാൻ പെട്ട പോലെ. മയിലൊക്കെ കണ്ടതും ഞങ്ങളെ കണ്ടും ചെയ്തു ഞങ്ങൾ തുറക്കുമ്പോൾ. അപ്പോൾ മയിൽ പറന്നു പോയി ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിട്ടോ, മസ്ജിദ് പറയും. പേര് മസ്ജിദ് അൽ ഹിക്മ എന്നാണ്. ഇത് പിന്നെ എൻ്റെ മൂത്താപ്പാടത്തെ മുല്ലപ്പൂവിൻ്റെ ചെടിയാട്ടോ. നല്ല രസമാണ് കാണാൻ. എന്നാൽ ശരി, ടാറ്റാ, ബൈ.